ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇല്ലേ, നമ്മുടെ ബോളിവുഡിലെയും അതുപോലെ കോളിവുഡിലെ സൂപ്പർ ഹീറോയിനായ നമ്മുടെ തമന്ന ഭാട്ടിയുടെ മിൽക്കി വൈറ്റ് സ്കിന്നിന് പിന്നിലുള്ള രഹസ്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി റിവീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ തമന്നയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണ്, അതായത് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഞെട്ടുന്ന തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് പുള്ളിക്കാരൻ നടത്തിയിരിക്കുന്നത്. കാര്യം 2005 ആദ്യ മൂവി തന്നെയായ ചാന്ദ് സേ റോഷൻ ചെഹര തൊട്ട് പയ്യ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ മൂവീസും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ മനസ്സിലാകും സ്കിന്നിൽ നല്ല ടൈപ്പിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാര്യം ആദ്യത്തെ മൂവി തന്നെ ഒരു മീഡിയം ഫെയർ സ്കിൻ ടോൺ ആയിരുന്നു, പിന്നെ അത് അങ്ങോട്ട് കൂടി ഇപ്പം നല്ല മിൽക്കി വൈറ്റ് സ്കിന്നിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഗ്ലൂട്ടാത്തീൻ ഉണ്ടാകാം, അതുപോലെ അവരുടെ നല്ല ഡയറ്റും അതുപോലെ വർക്കൗട്ടും ഉണ്ടാകാം, പിന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഉണ്ടാകാം. ഇതിന് ശരിവെക്കുന്ന തരത്തിലാണ് 2023 അവർ പാർക്കോസ് നൽകിയ ഇൻ്റർവ്യൂവിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ പാർക്കോസ് എന്ന്. പാർക്കോസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ പ്രീമിയം ലക്ഷറി കോസ്മെറ്റിക് അതുപോലെ ഫ്രാഗ്രൻസ് റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അവർ പലതരത്തിലുള്ള ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതായത് പെർഫ്യൂംസ് ക്രീംസ് ഒക്കെ ഇവർ സെല് ചെയ്യാറുണ്ട്. അത് വെറും ലോക്കൽസ് അല്ല, ഈ ബ്രാൻഡഡ് കമ്പനീസിൽ, ഈ ഫോറിൻ ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് ഇവർ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ പാർക്കോസ് ചെയ്യുന്നത്. ഈ പാർക്കോസിൻ്റെ തന്നെ ഒരു ബ്യൂട്ടി എഡിറ്റോറിയൽ പ്ലാറ്റ്ഫോമാണ് പാർക്കോസ് ലുക്സീൻ എന്ന് പറയും. ഈ പാർക്കോസ് ലുക്സീൻ സ്കിൻ കെയർ, മേക്കപ്പ്, അതുപോലെ ബ്യൂട്ടി ട്രെൻഡ്സ്, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് ആർട്ടിക്കിൾസും ഇൻ്റർവ്യൂസൊക്കെ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പാർക്കോസ് ലുക്സീനിലാണ് തമന്ന 2023 ഒക്ടോബർ 18 ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്, അതായത് തൻ്റെ ബ്യൂട്ടി സീക്രട്സ് എന്താണെന്ന് റിവീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ തമന്ന പറഞ്ഞ, അതായത് തമന്ന തൻ്റെ സ്കിൻ കെയറിനെ പറ്റിയും തൻ്റെ ബ്യൂട്ടി ട്രാൻസ്ഫോർമേഷനെ പറ്റിയും തമന്ന പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ലേഖനം തയ്യാറാക്കിയത് ഫറോസൻ ഡൊസാനി എന്ന ഒരു ലേഖികയാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ തമന്ന പറഞ്ഞ പ്രസക്തമായ കാര്യം തൻ്റേത് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് തൻ്റെ ഡയറ്റ് ആണെന്നാണ്. അപ്പോൾ ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാർ നെറ്റി വിളിക്കുക, ഡയറ്റിലൊക്കെ എന്ത് കാര്യം, നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യപ്പോൾ നല്ല റിസൾട്ട് കിട്ടത്തില്ല. ഒരിക്കലുമല്ല, ഡയറ്റാണ് ഇതിൻ്റെ ബേസ്. കാര്യം ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ കാര്യം പറയാം. നിങ്ങൾ ബോളിവുഡ് കോളിവുഡ് ഒന്നും പോകണം, നമ്മൾ മലയാളത്തിൽ തന്നെ പറയാം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക സിനിമയിൽ വന്ന സമയത്തുള്ള സ്കിൻ ടോൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാകും. കാര്യം മതിലുകൾ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ മമ്മൂക്കയുടെ സ്കിൻ ടോൺ നിങ്ങൾക്ക് നോക്കി മനസ്സിലാകും. ഒരു ഫെയർ അല്ല, ഒരു ഡസ്കി ടൈപ്പ് സ്കിൻ ടോൺ ആണ്. പക്ഷേ ജോണി വാക്കർ തൊട്ട് ഇങ്ങോട്ടുള്ള മമ്മൂക്കയുടെ സ്കിൻ ടോൺ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഫെയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻലി മമ്മൂക്കയുടെ സ്കിൻ ടോൺ നോക്കും നല്ലോണം ഫെയറും ഗ്ലോയിങ് സ്കിന്നാണ്. അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയറ്റാണ്. കാര്യം സിനിമയിൽ വന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിന് ഈ പറയുന്ന പൈസയോ കാര്യങ്ങളൊന്നും ഇല്ല, ഇച്ചിരി പ്രാരാബ്ദമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. സിനിമയിൽ വന്ന ശേഷം അദ്ദേഹം ലൈഫ് സ്റ്റൈൽ നല്ലോണം മാറി. കാര്യം പണം വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹം ഡയറ്റ് നോക്കാൻ തുടങ്ങി. നല്ലോണം സ്കിന്നിനും അതുപോലെ ഹെൽത്തിനും വേണ്ടിയുള്ള ഡയറ്റ് അദ്ദേഹം ഫോളോ ചെയ്ത് തുടങ്ങി. അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് സ്കിന്നിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. കാര്യം ഗ്ലൂട്ടാത്തിയോൺ ഇപ്പോഴാണ് ട്രെൻഡ് വന്നത്, അന്നൊന്നും ഗ്ലൂട്ടാത്തിയോൺ ഇല്ലായിരുന്നു. അന്നത്തെ ടൈമിന് അദ്ദേഹത്തിന് ഇതുപോലത്തെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡയറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് കാണും മനസ്സിലാവും അപ്പോൾ എന്താണ് നമ്മുടെ ഡയറ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന മിറാക്കിൾ എന്നാണ്. അതുപോലെ തന്നെയാണ് തമന്നയും ഈ ഇൻ്റർവ്യൂവിൽ ഡയറ്റിനെ പറ്റി പ്രത്യേകം പറഞ്ഞത്. അതുപോലെ താൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും താൻ തൻ്റെ കരിയർ, അതായത് സിനിമാ ലൈഫിൽ താൻ ഇങ്ങോട്ട്, അതായത് തുടക്കം മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം സിനിമാ ലൈഫാണല്ലോ, എപ്പോഴും ഗ്ലാമറായിട്ട് നിന്നാലേ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രൊഡക്ട്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എപ്പോഴാണ് തൻ്റെ സ്കിന്നിന് മാച്ചായ പ്രൊഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ലക്ഷറി ബ്രാൻഡായ ഷിസീരോയുടെ മോയ്സ്ചറൈസറും അതുപോലെ സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഈ ഷിസീരോയുടെ പ്രൊഡക്ട്സിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് മോയ്സ്ചറൈസറെ പറ്റി പറയാം. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഷിസീഡോ എസെൻഷ്യൽ എനർജി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ എന്നാണ്. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജിൻസെങ് റൂട്ടും അതുപോലെ ഹൈറോണിക് ആസിഡാണ്. ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് 24 ഹവേഴ്സ് വരെ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ലോണം സോഫ്റ്റും സ്മൂത്തും ഗ്ലോയിങ് ആയി നിൽക്കാൻ സഹായിക്കും. അതുപോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പോർസും ഫൈലൈൻസൊക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ സെറത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. ഈ സെറത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഷിസീഡോ അൾട്ടിമേറ്റ് പവർ ഇൻഫ്യൂസിങ് കോൺസെൻട്രേറ്റ് സെറം എന്നാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ കെമീലിയ എന്ന് പറഞ്ഞൊരു ഫ്ലവറിൻ്റെ സീഡ്, അതിൻ്റെ ഓയിൽ, അതിൻ്റെ ലീഫ്, ഇത് മൂന്നും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഋഷി മഷ്റൂം, മൂന്നാമത്തെ ഐറിസ് റൂട്ട്, ഒരു ചെടി തന്നെയാണ്. നാലാമത്തത് ഫെർമെൻറ്റർ റോസെല്ല എക്സ്ട്രാക്റ്റ്. ഈ ഫെർമെൻറ്റർ റോസെല്ല എക്സ്ട്രാക്റ്റ് നമ്മുടെ ചെമ്പരത്തി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ടൈപ്പ് പൂവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സെറം നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഡൾനെസ് ഒക്കെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും.
നമ്മുടെ സ്കിൻ ബാര് നല്ല ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ടൈപ്പ് ഇറിറ്റേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ ഹീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസിറ്റി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ലോണം ഫെയർ ആൻഡ് ബ്രൈറ്റൻ ചെയ്യും. അതുപോലെ നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇതിൽ നല്ലോണം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ സ്കിൻ നല്ലോണം സ്മൂത്തൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ ഷിസീരോയുടെ ഈ 2 പ്രൊഡക്ട്സാണ് തമന്ന തൻ്റെ ലൈഫിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഷിസീരോയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് തമന്ന. ഷിസീരോയുടെ ഈ 2 പ്രൊഡക്ട്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞാൽ ഇതൊരു പ്രീമിയം ലക്ഷറി ബ്രാൻഡാണെന്ന്. കാര്യം വേറെ ഒന്നുമില്ല, ഇതിൻ്റെ വില നിലവാരം തന്നെ. ഷിസീരോയുടെ ഈ ഒരു മോയ്സ്ചറൈസറിന് ഏകദേശം 7000 രൂപയാണ് മാർക്കറ്റ് വാല്യൂ. അതുപോലെ സെറത്തിലേക്ക് പോകുകയാണെങ്കിൽ 17000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഇത് ഒരിക്കലും നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ ബ്രാൻഡല്ല. ഇത് കൂടുതൽ സെലിബ്രിറ്റീസുകൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയ ബ്രാൻഡാണ്. ഈ പ്രൊഡക്റ്റ് സാധാരണക്കാർ യൂസ് ചെയ്യണോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് കുറേ പ്രൊഡക്ട്സ് ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഇൻ്റർവ്യൂ തമ്മൻ ഒരു ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. താൻ യൂസ് ചെയ്ത ഫേസ് പാക്കിൽ ഏറ്റവും കൂടുതൽ തനിക്ക് റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്ക് ഇതാണെന്ന് പറഞ്ഞത്. കാര്യം ഈ ഒരു ഫേസ് പാക്ക് ഒരു വീക്ക്ലി 2 അല്ലെങ്കിൽ 3 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫേസ് പാക്കിൽ ഇൻഗ്രീഡിയൻസ് എന്നറിയാമോ? ഒന്ന് ബേസൻ പൗഡർ, രണ്ടാമത്തെ റോസ് വാട്ടർ, മൂന്നാമത്തെ കർഡ്. ബേസൻ പൗഡർ എന്താണെന്നറിയാലോ, നമ്മുടെ നോർമൽ കടലമാവ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് ഈ ബേസൻ പൗഡർ ഇടുക, അതൊന്ന് കുഴയുന്ന പാകത്തിൽ റോസ് വാട്ടർ വെച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് കർഡ് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ആവശ്യാനുസരണം ഒരു 1/2 ടീസ്പൂൺ കർഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് 3ഉം കൂടെ പേസ്റ്റ് ആക്കുക. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇത് ഇവർ വീക്ക്ലി 3 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫേസ് പാക്കും അവരുടെ സ്കിൻ ഗ്ലോയിങ്ങിന് അവരെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെറമും ഈ മോയ്സ്ചറൈസറും എപ്പോഴാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ മോയ്സ്ചറൈസർ രാവിലെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. സൺസ്ക്രീനെ പറ്റി ആ ഇൻ്റർവ്യൂ പ്രത്യേകം പറഞ്ഞിട്ടില്ല. മോയ്സ്ചറൈസർ സെറത്തിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ സെറം അത് നൈറ്റ് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആ ഇൻ്റർവ്യൂവിൽ തമന്ന പറഞ്ഞ മറ്റൊരു പ്രസക്തമായ കാര്യം പറഞ്ഞാൽ നമ്മൾ പല ബ്രാൻഡ് പ്രൊഡക്ട്സ് മാറി യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. കാര്യം നമ്മുടെ സ്കിന്നിന് ഏതെങ്കിലും പ്രൊഡക്റ്റ് മാച്ചായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ അടിക്കടി കണ്ട പ്രൊഡക്ട്സ് എല്ലാം മാറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകാനും നമ്മുടെ സ്കിന്നിൽ ഈ പിമ്പിൾസ് ആക്നെയൊക്കെ കൂടാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സെറത്തിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ ആമസോണിലെ ഫ്ലിപ്കാർട്ടിലെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.